ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു. ഉറ്റവരൊക്കെയും പോയിരുന്നു. മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു. ഈ മണ്ണിലേക്ക് കൊണ്ടുവന്നത് റഫീഖ് അഹമ്മദ് എന്ന കവിയാണ്, ആ സാഹിത്യകാരനാണ്. അതേ, എൻ്റെ ഉമ്മയ്ക്ക് വലിയ ജോലിയൊന്നുമില്ല. ജോലിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അലക്കി തേച്ച് വെളുപ്പിച്ച് ഇസ്തിരി ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അല്ല എൻ്റെ ഉമ്മയുടെ തൊഴിലൊന്നും. ഉമ്മ 4 മണിക്ക് എണീക്കും. അയൽ വീട്ടുകളിലേക്കുള്ള പത്തിരിയും പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കുറേ കടകളിൽ നിന്നും സാധനം വാങ്ങിച്ച് വീടുകളിൽ എത്തിക്കും. അങ്ങനെ പൈസ കിട്ടിയിട്ടാ എനിക്കിതേപോലെ നല്ല ഭംഗിയുള്ള ഈ കുപ്പായൊക്കെ കിട്ടിയത്. പക്ഷേ എനിക്കും നിങ്ങളെപ്പോലെ കഥ കേട്ടും കഥ വായിച്ചും ഒക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ ഒരു പുള്ളിക്കട പോലും കീറി തുന്നിയത് വരാൻ കഴിയാത്ത എൻ്റെ ഉമ്മാന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്നാലും സന്തോഷമാണ് കേട്ടോ. എൻ്റെ ഉമ്മ എന്നെ വഴക്ക് പറയുകയാണെങ്കിൽ അത് ഞാനെന്തെങ്കിലും കുഴപ്പം ചെയ്തതുകൊണ്ട് മാത്രം. ഉമ്മയ്ക്ക് തിരക്കായതുകൊണ്ട് എന്നെ ഒരിക്കലും വഴക്ക് പറയാറില്ല. ഈ ഷാള് വാങ്ങിച്ചു തന്നപ്പോഴേ ഉമ്മാനോട് പറഞ്ഞതാ അത് കീഞ്ഞു പോകും. സാരമില്ല. ഇങ്ങനെ പരാതി ചെറിയ പണക്കങ്ങളും ഒക്കെ ആയിട്ട് നടന്ന ഉമ്മുക്കുൽസു ഇന്ന് നമ്മളുടെ കൂടെയുണ്ട്. ഉമ്മുക്കുൽസുവിൻ്റെ അമ്മയ്ക്ക് എന്നും സങ്കടമാണ്. കാര്യം മറ്റൊന്നല്ല, ഓളുടെ കുഞ്ഞി പുള്ളിക്കൂട, ആ പുള്ളിക്കൂട കാണണ്ടേ? ഉമ്മുക്കുൽസു മരിച്ചന്നു രാത്രിയിൽ ഉമ്മ ഉറങ്ങാതെ കാത്തിരുന്നു. ൊക്കെയും പോയിരുന്നു. മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു. ഈ പുള്ളിക്കൂടെയാണ് ഉമ്മുക്കുൽസു പ്രിയപ്പെട്ട പുള്ളിക്കൂടെയായിട്ട് 5 കൊല്ലം കൊണ്ടുവന്നത്. 1ാം ക്ലാസ് ചേർത്തപ്പോഴാണ് ഈ പുള്ളിക്കൂട മേടിച്ചത്. 4 കൊല്ലം തുന്നിയും കൂട്ടിയും ഒക്കെ കൊടുത്തു. ഇവിടുത്തെ ഈ കുടിഞ്ഞ കമ്പിയുണ്ട്, ആ കമ്പി നിവർത്തി കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞോണ്ട് ഉമ്മ പറഞ്ഞു, ഉമ്മുക്കുൽസു ഇനി നമുക്ക് പുതിയ കുട വാങ്ങണം. ആ കാത്തിരിക്കും ഉമ്മുക്കുൽസു തോന്നുന്നുണ്ടേ. ഒരു ദിവസം കഴിഞ്ഞു ഉമ്മുക്കുൽസുവിനെ പോയപ്പോഴാണ് അല്ലാ എന്റെ കുട്ടിയുടെ വല്ലാത്തൊരു ആഗ്രഹമാണ് ഓൾക്ക് ഒരു നല്ല പുള്ളിക്കുട കിട്ടുക എന്നുള്ളത്. നിവർത്തിയാലിക്കാത്ത പുള്ളിക്കുടയിട്ട് ഓൾ എങ്ങനെ കഴിഞ്ഞു കൂടും? കാറ്റേ, ഈ തെക്കേ പുറത്തുള്ള ആ മാവിന്റെ മുകളിലേക്ക് പോവല്ലേ, ഒഴിക്കോ? ഇവിടെ എന്റെ ഉമ്മുക്കുൽസു ഇല്ല. ആ പൂച്ചക്കുഞ്ഞെ, നീ വന്നാലും എന്റെ ഉമ്മുക്കുൽസുവിന്റെ ചെരുപ്പ് ഇളക്കി കിട്ടൂല. അത് ഞാൻ ഇത്ര തൂക്കിടാൻ പോവുക. പുതിയ ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല, കൊടയൊന്ന് തുന്നി കൊടുക്കാൻ പറ്റിയില്ല. കാറ്റിന് വന്ന് തൂങ്ങുമ്പോ കാണാനുള്ള ഓളുടെ കുഞ്ഞിപ്പാവാടയെ തുന്നും തീർത്തിയില്ല. അങ്ങനെ ഉമ്മുക്കുൽസു പോയി. അല്ലാ, മഴ പെയ്യുണ്ടല്ല. ഈ മഴയത്ത് ഉമ്മുക്കുൽസു മരിച്ചന്ന് രാത്രി തൊട്ട് ഇന്നോളം ആ മഴ